Hello my students. From the previous class we discussed about force and motion. Is it? എന്താണ് ഫോഴ്സ്? അത് അപ്ലൈ ചെയ്യുന്ന ടൈമിലാണ് മോഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ഗ്രേറ്റർ സ്പീഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഗ്രേറ്റർ മോഷൻ, അതായത് മോഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതല്ല നമ്മുടെ ഫോഴ്സിൽ സ്ലോ സ്പീഡാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മോഷൻ്റെ സ്പീഡ് സ്ലോ ചെയ്യും. അത് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത്, എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, റെസ്റ്റിൽ നിന്നും അതെങ്ങനെയാണ് മോഷൻ ചെയ്യുന്നത്, മോഷനിൽ നിന്നും അതെങ്ങനെയാണ് റെസ്റ്റ് ആകുന്നത് എന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, so today we are going to the another section, that is here there are questions based on the force and motion. Okay, what change in motion was brought about by applying force in each situation? Write them down in the science diary. So now അവിടെ question ചോദിച്ചിട്ടുള്ളത് ഓരോ സിറ്റുവേഷൻസിലും മോഷൻസിന് വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് വാസ് സെറ്റ് ഇൻ ടു മോഷൻ. അതായത് എന്താണ്, ആ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെസ്റ്റിൽ കിടക്കുന്നുണ്ടായിരുന്ന മാർബിൾ, ദാറ്റ് മീൻസ് ഗോലി അവിടെ റെസ്റ്റിലായിരുന്നു, അത് സെറ്റ് ഇൻ ടു മോഷൻ, അതെന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ആ പിക്ചർ നോക്കി ഒന്ന് പറയൂ, എന്ത് ചേഞ്ചസ് ആണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്? യെസ്, ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദി മാർബിൾ ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. രണ്ടാമത്തതിൽ എന്താണ് വന്നിട്ടുണ്ടായിരുന്നത്? അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെസ്റ്റിൽ വന്നിട്ടുണ്ട്, ബിക്കോസ് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് ആ പാത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ദ സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദി മാർബിൾ ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. കാരണം എന്തായിരുന്നു? യെസ്, നമ്മുടെ ഹാൻഡ് വെച്ച് ആ പാത്ത് ബ്ലോക്ക് ചെയ്ത്, സോ ദ മാർബിൾ going to rest. Okay, and third activityയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? change the direction of the motion of the marble. so ആ മാർബിളിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. so the third one is change the direction of motion of the marble. that means എങ്ങനെയാണ് അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്? യെസ്, ദാറ്റ് നമ്മൾ അവിടെ ഒരു സ്കെയിൽ ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെച്ചു ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി മാർബിൾ ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദി മോഷൻ ഓഫ് ദി മാർബിൾ. അവിടെ എങ്ങനെയാണ് സ്പീഡ് മാറിയത്? നമ്മൾ വേറൊരു മാർബിൾ അതിനേക്കാൾ ഗ്രേറ്റർ സ്പീഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ചേഞ്ച് ദി സ്പീഡ് ഓഫ് ദി മോഷൻ ഓഫ് ദി മാർബിൾ. ഓക്കെ, സോ അപ്പം 4 ഡിഫറെൻറ്റ് ചേഞ്ചസ് വന്നത്. ഫസ്റ്റ് വൺ, ദ മാർബിൾ വിച്ച് വാസ് at rest was set into motion, and the second one, change the state of motion of the marble to a state of rest, and the third one, change the direction of motion of the marble, and the fourth one, change the speed of motion of the marble. Okay, so ആ 4 പോയിന്റ്സും നോട്ട്ബുക്കിലേക്ക് എഴുതുക. And the second question, we watch and play games with a ball. Is it? Yes. What are the purpose for which players apply force on a ball? നമ്മൾ ബോളിട്ടുള്ള കളി കാണാറുണ്ട് അല്ലേ. സോ എന്തൊക്കെ പേർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്തിനാണ് അവിടെ ഫുട്ബോൾ പ്ലെയേഴ്സ് ബോളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ, ടു മൂവ് ദി ബോൾ അറ്റ് റെസ്റ്റ്. അതെ, റെസ്റ്റിലായി കിടക്കുന്ന ബോളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ലെഗ് കൊണ്ട് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈസ് ഇറ്റ്? യെസ്. അതുപോലെ വേറെ ഏതൊക്കെ ഇൻസ്റ്റൻസിലാണ് അവർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? യെസ്, ടു സ്റ്റോപ്പ് ദി ബോൾ ഇൻ മോഷൻ. മോഷൻ ചലിച്ചു കൊണ്ടിരിക്കുന്ന, ദാറ്റ് മീൻസ് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ബോള് അവിടെ റെസ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ടു സ്റ്റോപ്പ് ദി ബോൾ ഓൺ മോഷൻ.
ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. അല്ലേ, ബോൾ കളിക്കുമ്പോൾ സെയിം ഡയറക്ഷനിലാണ് എപ്പോഴും കളിക്കാറുണ്ടോ? ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ. സോ ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ, മോഷൻസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ഓൺ ബോൾ. ഓക്കെ. And the fourth one is to change the speed of motion. Yes, നമുക്ക് ചില സ്ഥലങ്ങൾ ഭയങ്കര സ്പീഡിൽ പോകേണ്ടി വരും, ചിലയിടത്ത് സ്പീഡ് കുറച്ച് പോകേണ്ടി വരും. സോ ടു ചേഞ്ച് ദി സ്പീഡ് ഓഫ് മോഷൻ. സോ ഒരു ബോളിൻ്റെ കേസിലാണെങ്കിൽ പോലും 4 കേസസ് ആണ് അവിടെ പറയുന്നത്. ടു മൂവ് ദ ബോൾ അറ്റ് റെസ്റ്റ്, റെസ്റ്റിലുള്ള ബോളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ടു സ്റ്റോപ്പ് ദി ബോൾ ഇൻ മോഷൻ, മോഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് മീൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിനെ റെസ്റ്റിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ബോളിൻ്റെ ഡയറക്ഷന് സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. And the next one is force and motion. We can move object at rest by applying force. Is it? Yes. റെസ്റ്റിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഫോഴ്സ് യൂസ് ചെയ്തിട്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. We can also change the state of motion of a body to a state of rest by applying force. അതായത് എന്താണ് പറയുന്നത്? We can also change the state of motion of a body to a state of rest by applying force. നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലോട്ട്, അതേപോലെ റെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് പറ്റും. ഓക്കെ. വി അപ്ലൈ ഫോഴ്സ്. നമ്മൾ എന്തിനാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? യെസ്, ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി സ്പീഡ് ഓഫ് മോഷൻ. സോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് ടു ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി സ്പീഡ് ഓഫ് മോഷൻ. ഓക്കെ. And the next one is different types of motions. Motion എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? And the next topic is different types of motions. ഏതൊക്കെയാണ് different types of motions എന്നാണ് പറയുന്നത്. Try doing these activities. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഷാർപ്പൺ എ പെൻസിൽ വിത്ത് എ ഷാർപ്നർ. ഒരു ഷാർപ്നർ യൂസ് ചെയ്തിട്ട് പെൻസിൽ ഷാർപ്പൺ ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ, ഡ്രോ എ സർക്കിൾ വിത്ത് എ പെൻസിൽ ഫിക്സ്ഡ് ഇൻ എ കോമ്പസ്. ഒരു കോമ്പസിൽ ഒരു പെൻസിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു സർക്കിൾ പേപ്പറിൽ ഡ്രോ ചെയ്യാം. And the third one, draw a straight line using a pencil and a scale. ഒരു പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് ഒരു A4 ഒരു സ്ട്രൈറ്റ് ലൈന് വരയ്ക്കുക. ഇതാണ് 3 എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് 3 നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ? സോ and the question is, how was the motion of pencil in each case? അവിടെ 3 കേസസ് തന്നിട്ടുണ്ട്. ഈ 3 കേസസിലും പെൻസിലിൻ്റെ മോഷൻ എങ്ങനെയൊക്കെയായിരുന്നു? ഇൻ ഫസ്റ്റ് വൺ, പെൻസിൽ എന്താണ് ചെയ്യുന്നത്? ഷാർപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ് റൊട്ടേറ്റ്. ഈസ് ഇറ്റ്? റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ, പെൻസിൽ മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. നമ്മൾ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്ന ടൈമിൽ എന്താണ് ചെയ്യുന്നത്? യെസ്, ഓഫ് കോഴ്സ് ദി പെൻസിൽ റൊട്ടേറ്റ്. പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ആൻ പെൻസിൽ. നമ്മളൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത്, കോമ്പസ് വെച്ച് ഡ്രോ ചെയ്യുന്ന സമയത്ത് പെൻസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അവിടെ സർക്കിൾ ആകുന്നത്. ആൻഡ് ദ തേർഡ് കേസിൽ എന്താണ്? യെസ്, പെൻസിൽ മൂവ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അതായത് നമ്മളൊരു സ്കെയിൽ വെച്ച് ഒരു ലൈന് വരയ്ക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യാണ്? പെൻസിൽ മൂവ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. So these are the 3 motions of pencil. The first one is pencil rotate. In second one, pencil move in a circular path, and third one, pencil move in a straight line. Okay, അത് മനസ്സിലായല്ലോ? Observe the following motions. Which of them resemble the different motions of the pencil? നമുക്ക് അവിടെ 6 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ പെൻസിലിൻ്റെ മോഷൻസുമായിട്ട് റിസംബ്ലൻസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് ആ ടേബിളിൽ എഴുതണം. ടേബിളിൽ ഫസ്റ്റ് എന്താണ്? ദോസ് റിസംബ്ലിങ് ദ ആക്ഷൻ ഓഫ് ഷാർപ്പനിങ് ദ പെൻസിൽ യൂസിങ് എ ഷാർപ്പനർ. അതായത്
പെൻസിൽ യൂസ് ചെയ്തിട്ട് ഷാർപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതും സെക്കൻഡ് കോളത്തിൽ എന്താണ് നമ്മളൊരു പെൻസിലും കോമ്പസും യൂസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതും തേർഡ് വണ്ണിൽ പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ടൊരു സ്ട്രൈറ്റ് ലൈന് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന 3 എക്സാമ്പിൾസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇതിനോട് ആ പിക്ചറിൽ യോജിച്ചത് ഏതൊക്കെയാണെന്നുള്ളത് ഓരോ കോളത്തിനും സ്യൂട്ടബിൾ ആയിട്ട് എഴുതുക. കൂടാതെ മോർ എക്സാമ്പിൾസും ആഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ് അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്. ഒരു ടോപ്പിൻ്റെ റൊട്ടേഷൻ എന്താണ്? ഈ ഷാർപ്പനിങ്ങിൻ്റെ എക്സാമ്പിളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾക്ക് ഫസ്റ്റ് വൺ എന്താണ് തന്നിട്ടുള്ളത്? സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്. നമ്മളൊരു കയറിലൊരു കല്ല് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുകയാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. സെക്കൻഡ് വണ് എ റൊട്ടേറ്റിംഗ് ടോപ്പ്, പമ്പരം കറങ്ങുന്നത്. തേർഡ് എ റൈപ്പ് മാംഗോ ഫാളിംഗ് ഡൗൺ, പഴുത്ത ഒരു മാങ്ങ നിലത്തോട്ട് വീഴുന്നത്. ഫോർത്ത് വൺ ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്, ഒരു വെഹിക്കിളിൻ്റെ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ലിഫ്റ്റ് ഗോയിങ് അപ്പ്, ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. ആൻഡ് ദ സിക്സ്ത് വൺ ടോയ് ട്രെയിനിങ് റണ്ണിങ് അലോങ് എ സർക്കുലർ പാത്ത്. ഈ 6 എണ്ണമാണ് അവിടെ തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? റൊട്ടേഷൻ, എ റൊട്ടേറ്റിംഗ്, സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്. നമ്മുടെ ഒരു കല്ലുമ്മ ഒരു കയറ് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. അത് ഈ 3 എണ്ണത്തിൽ തന്നതിൽ ഏതിനോടാണ് റിസംബ്ലിങ്സ് ഉള്ളത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ പെൻസിലും കോമ്പസും വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു ഇതിനാണ് അത് സ്യൂട്ടബിളായി വരുന്നത്. സോ ആ കോളത്തിൽ എഴുതുക. സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിൽ എഴുതുക. ഓക്കെ, ആൻഡ് എ റൊട്ടേറ്റിംഗ് ടോപ്പ്, പമ്പരം കറക്കുന്നത് ഏതിലാണ് വരുന്നത്? പമ്പരം ഇങ്ങനെ കറക്കാം, ജസ്റ്റ് അതൊരു ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. സോ അത് ഫസ്റ്റ് കോളത്തിലാണ് വരുന്നത്. പെൻസിലും ഷാർപ്പനറും വരുന്ന ആ ഒരു കോളത്തിലാണ് വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ എ റൈപ്പ് മാംഗോ ഫാളിംഗ് ഡൗൺ, ദാറ്റ് മീൻസ് ഒരു മാങ്ങ പഴുത്തത് വീഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. സോ അത് തേർഡ് കോളത്തിൽ ആ പോയിൻ്റ് ആഡ് ചെയ്യാം. ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്, ഒരു വെഹിക്കിളുടെ വീല് റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഏതിലാണ് വരുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ദാറ്റ് ഫസ്റ്റ് കേസിലാണ് വരുന്നത് അല്ലേ? വീല് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ? ആൻഡ് ലിഫ്റ്റ് ഗോയിങ് അപ്പ്, ലിഫ്റ്റ് ഗോയിങ് അപ്പ് എന്ന് വെച്ചാൽ അതൊരു സ്ട്രൈറ്റ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. സോ അത് ആ തേർഡ് കോളത്തിൽ. ദെൻ സിക്സ്ത് വൺ ടോയ് ട്രെയിനിങ് റണ്ണിങ് അലോങ് വിത്ത് എ സർക്കുലർ പാത്ത്, കളിക്കുന്ന ആ ഒരു ട്രെയിൻ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വരുന്നത് സെക്കൻഡ് കോളത്തിലാണ്. ഇസ് ഇറ്റ്? സോ അത് ആ ഒരു എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. അത് കൂടാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസും കൂടി അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് what is the common features of the motion in each group? ഓരോ ഗ്രൂപ്പിലും നമുക്ക് എന്തൊക്കെയാണ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് മോഷൻസിൻ്റെ കോമൺ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ റിമൈൻ സ്റ്റാൻഡിങ് അറ്റ് വൺ പ്ലേസ് ആൻഡ് ഗോ റൗണ്ട്, അതായത് ഒരു സ്ഥലത്ത് ഒന്ന് നിന്നിട്ട് അതിൻ്റെ ചുറ്റുതായിട്ടാണ് അത് റൗണ്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്നതും അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ടോപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? സെക്കൻഡ് വൺ മൂവിങ് അറൗണ്ട് എ സർക്കുലർ പാത്ത്, ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതിന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? കല്ല് കയറുമ്പോൾ കെട്ടിയിട്ട് കറക്കുന്നത്, അതുപോലെ തന്നെ ടോയ് ട്രെയിനിങ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത്. സോ മൂവിങ് അറൗണ്ട് എ സർക്കുലർ പാത്ത്. ആൻഡ് ദ തേർഡ് വൺ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, ലിഫ്റ്റ് പോകുന്നത് അതേപോലെ പഴുത്ത മാങ്ങ വീഴുന്നതൊക്കെ എന്താണ്? ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈനാണ്. So the common features of the motion, the first one is remain standing at one place and go round, and the second one moving around a circular path, and the third one object moving along a straight line. Okay, the next question is how do group 1 and 2 differ? ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്?
object in group 1 and 2 are moving in a circular path. Is it? Yes, 1ലും 2ലും objects move ചെയ്യുന്നത് circular pathലാണ്. But in the case of third group, it move in a straight line. Okay. So in 1 and 2, the objects are moving in a circular path. In first group, object spin on a point or axis. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ അത് ഒന്നെങ്കിൽ അതിൻ്റെ ആക്സിസിൽ വെച്ചിട്ടാണ് അത് അല്ലെങ്കിൽ ആക്സിസിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അത് സ്പിൻ ചെയ്യുന്നത്. In the case of a second group, objects move along a circular path. രണ്ടാമത്തെ കേസിലാകുമ്പോൾ അതൊരു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. So those are the difference between the 1 and 2 groups. Okay. The motion of a body along a straight line is linear motion. അതായത് ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് മോഷൻസ് പോസിബിൾ ആകുന്നതെങ്കിൽ those are called linear motions. Okay. The movement of a body about its own axis is called rotation. That means ഒരു ബോഡി അതിൻ്റെ ആക്സിസിൽ കിടന്നിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ that is known as rotation. Okay. And the third one, the motion along a circular path is called circular rotation. ഒരു സർക്കുലർ പാത്തിലൂടെയാണ് മോഷൻ ചെയ്യുന്നതെങ്കിൽ that's known as circular motion. So here നമ്മുടെ 3 ടേമാണ് പുതുതായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. The first one is linear motion and the second one is rotation. And the third one is circular motion. Okay, the first one is linear motion. What do you mean by linear motion? It's motion of a body along with a straight line is known as linear motion. And the second one, rotation, which means the movement of a body about its own axis is called rotation. And the third one, circular motion, which means the motion along a circular path is called circular motion. സോ ആ ഒരു ബോക്സിലുള്ളത് ലീനിയർ മോഷൻ എന്താ, റൊട്ടേഷൻ എന്താ, സർക്കുലർ മോഷൻ എന്താ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിലുള്ള ക്ലാസ്സിൻ്റെ വർക്കുകളാണ് പേജ് നമ്പർ 48 കാണുന്ന 2 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ആ ടേബിൾ 3 കോളം അതിൻ്റെ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് 50 കാണപ്പെടുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ടീച്ചർ ആൻസർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ആൻസറും ആഡ് ചെയ്യുക. ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.